കേരളീയത്തിന് വേണ്ടി 10 കോടി എന്ന് പറയുന്നത് വെറും കുറെ പാർട്ടിക്കാർക്ക് ഇട്ടടിച്ച് കളയാനുള്ള ഒരു ഫണ്ട് മാത്രമാണ്. പാർട്ടി താല്പര്യമാണ്, അല്ല സംസ്ഥാന താല്പര്യമല്ല. കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ 59,000 കോടി കിട്ടും എന്നുള്ളത് മലപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. കണക്കനുസരിച്ചേ കൊടുക്കൂ, ഈ തട്ടിപ്പനുസരിച്ച് കൊടുക്കുകയില്ല. ശ്രീ രാജേന്ദ്രൻ, ഇപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി എൻ ബാലഗോപാൽ നിയമസഭ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ബഡ്ജറ്റിൽ ഇപ്പൊ വന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസാണ്, ക്ഷേമ പെൻഷൻ കൂട്ടില്ല. എന്ത് പറയാം, ക്ഷേമ പെൻഷൻ കൂട്ടില്ല. 6 മാസത്തെ പെൻഡിങ് കൊടുത്താൽ ക്ഷേമ പെൻഷൻ കുറേ കൊടുത്ത് തീർക്കും. ക്ഷേമ പെൻഷൻ മുടങ്ങാൻ കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ്. മറ്റൊരു കാര്യം, രാജ്യത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ക്ഷേമ പെൻഷൻ കൂട്ടുന്നില്ല, പെൻഡിങ് അതായത് ഉള്ളത് കൊടുത്ത് തീർക്കാം. അത് അടുത്തൊരു പ്രഖ്യാപനം, കേരളീയം എന്ന പ്രോഗ്രാം നടത്താൻ, ദൂർത്ത് നടത്താൻ 10 കോടി രൂപ. ക്ഷേമ പെൻഷന് പൈസ ഇല്ല, കേരളീയം നടത്താൻ 10 കോടി ഉണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. രസകരമായ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, വളരെ ജനങ്ങളെ ആകർഷിച്ച ജനപ്രിയ സിനിമ നാടോടിക്കാറ്റ്. അതിലെ ഒരു രംഗം തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പശുവിനെ വാങ്ങിച്ചു, ബാങ്ക് ലോൺ കൊണ്ട്, വിജയനും ദാസനും കൂടെ. എന്നിട്ട് അവര് പരിപാടികളെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഇത്രയും ലിറ്റർ പാല് കിട്ടും, ഈ പാല് വെച്ചിട്ട് അത് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ഇത്ര രൂപ കിട്ടും, അതുകൊണ്ട് നമ്മൾ കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു, വീട് വയ്ക്കുന്നു, എന്തെല്ലാം സ്വപ്നങ്ങൾ. നമുക്കങ്ങ് സുഖിക്കണം അല്ലേ ദാസ എന്ന് ചോദിക്കുന്നത് പോലെ ആണിതിപ്പോ. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ദാസ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ സിനിമാ പ്രേമികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ സ്വപ്നം കാണുകയാണ് ഈ ബജറ്റിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ വെറുതെ പഴിചാരിക്കൊണ്ട് കേന്ദ്രം കൃത്യമായിട്ട് അവിടെ കൊടുത്ത സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ സത്യം മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും ഇങ്ങനെ അഭിനയിക്കുകയാണ്. പുട്ടടിച്ച് കളഞ്ഞിട്ട് പണം മുഴുവൻ ഇതുപോലെ നവകേരള സഭ, ലോക കേരള സഭ, അങ്ങനെ പറയുന്ന സഭാകമ്പം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് കേന്ദ്രത്തിനെ പഴിയാരി രക്ഷപ്പെടാനുള്ള ഒരു ബജറ്റായിട്ടാണ്. ബജറ്റിലും അത് തന്നെ പിന്നെ ആവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് നിയമസഭ സാമാജികരുടെ അവകാശ ലംഘനമാണ്. അതുപോലെ തന്നെ ഈ അസത്യ പ്രസ്താവനയും ഈ കേരള ഗവൺമെന്റ് കൊടുത്ത ഹർജിയും തന്നെ കോടതി അലക്ഷ്യം തന്നെയാണ്. കാരണം അത് പറഞ്ഞിരിക്കുന്നതൊക്കെ ഉള്ളയായിട്ടുള്ള സത്യമല്ലാത്ത, കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളാണ്. അത് മാത്രമേ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വിഭവ സമാഹരണത്തിന് കാര്യമായിട്ടുള്ള ഭാവനാപൂർണമായിട്ടൊരു പദ്ധതി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, തത്സമയം നടക്കുന്നത് ഉള്ളുവെങ്കിലും അതൊന്നും കാണുന്നില്ല. ഇതുകൊണ്ടൊന്നും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നവകേരള സദസ്സിന് വീണ്ടും മാറ്റിവെച്ചിരിക്കും. ഒരു നിഷ്പ്രയോജനമായിട്ടുള്ള, വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ നടന്ന മന്ത്രിമാരെ നടത്തിയ ഒരു വിലാസ യാത്രയ്ക്ക് ഒരു കാര്യം അറിയപ്പെടുകയാണ്. അതായത് ഇപ്പൊ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് ഒരു യൂണിറ്റ് 15 പൈസ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. ഒരു യൂണിറ്റ് 15 പൈസ. അതുപോലെ റബ്ബറിന് താങ്ങുവില വെറും 10 രൂപ, 170 180, 10 രൂപ. ഇത് എന്ത് ബഡ്ജറ്റാണിത്? എന്നിട്ട് എന്താ പറയുക, കേന്ദ്രം ഒന്നും തരണില്ല. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നോക്കി, നമ്മൾ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയാം. ഈ 10 കോടി ഇവിടെ നിന്ന് പറഞ്ഞു കേരളത്തിന് വേണ്ടി. ആ 10 കോടി പെൻഷൻ മാറ്റിക്കൂടിയായിരുന്നു. കേരളീയത്തിന് വേണ്ടി 10 കോടി എന്ന് പറയുന്നത് വെറും കുറെ പാർട്ടിക്കാർക്ക് ഇട്ടടിച്ച് കളയാനുള്ള ഒരു ഫണ്ട് മാത്രമാണ്. പാർട്ടി താല്പര്യമാണ്, അല്ല സംസ്ഥാന താല്പര്യമല്ല. ലോക കേരള സഭ പാർട്ടി താല്പര്യമാണ്. ഓരോ സ്ഥലത്തും മിഡിൽ ഈസ്റ്റിലും ഒക്കെ അവരുടെ പാർട്ടിക്കാരെ എടുത്തു വെച്ച് അവിടുത്തെ അതിന്റെ ആസ്ഥാന പ്രമാണിമാരായിട്ട് കുറെ ആൾക്കാർക്ക് ഷൈൻ ചെയ്യാം. ഞാൻ കേരള ഗവൺമെന്റിന്റെ ലോക കേരള സഭയുടെ ഇവിടുത്തെ അധികാരിയാണ്, മേഖലാ ഭാരവാഹിയാണെന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാം. നമ്മൾ കണ്ടതാണല്ലോ, അവിടെ ടൈം സ്ക്വയറിൽ പോയിട്ട് ഇരുമ്പ് കസേരയിൽ ഇട്ടിരുന്നിട്ട് എന്താ പ്രയോജനം ഉണ്ടായത്? അവിടെ വേൾഡ് ബാങ്കിൽ പോയതാണല്ലോ, ലോക ബാങ്കിൽ പോയിട്ട് എന്താ കിട്ടിയത്? ഇതൊക്കെ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ 59,000 കോടി കിട്ടും എന്നുള്ളത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. കണക്കനുസരിച്ചേ കൊടുക്കൂ, ഈ തട്ടിപ്പനുസരിച്ച് കൊടുക്കുകയില്ല. ഇവർ രണ്ട് പെൻഷന് വേണ്ടിയിട്ടൊരു സ്ഥാപനം, കിഫ്ബി എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥാപനം, ഇത് രണ്ടും ഈ കടമെടുക്കുന്നതിന് ഒരു മറയായിട്ട് ഉപയോഗിച്ചതാണ്. ഈ കടമെടുക്കുന്ന ബജറ്റിൽ
പറയാതെ നടത്താൻ വേണ്ടിയിട്ട് മറയായിട്ട് ഉപയോഗിച്ചു. കേന്ദ്രം അത് കണ്ടുപിടിച്ചു. അവിടെ ഇരിക്കുന്നത് മിടുക്കന്മാരാ. ഇവർക്കിവിടെ ഗീതാ ഗോപിനാഥും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കാര്യങ്ങൾ ഒക്കെ ഉപദേശിക്കാൻ വേണ്ടി. ഇപ്പൊ അവര് പോയി. ഇത്ര ലോകപ്രസിദ്ധരായിട്ടുള്ള ഇക്കണോമിസ്റ്റുകളെ വെച്ചിട്ടും പിന്നെ എന്തിനാണ് ഈ നവകേരള സദസ്സെന്നും പറഞ്ഞ് കേരളത്തിലെ ബുദ്ധിജീവികളുമായിട്ട് സംവദിക്കാൻ വേണ്ടി പ്രഭാത സായാഹ്ന സമ്മേളനങ്ങളൊക്കെ നടത്തിയ നവകേരള യാത്ര 1.5 കോടി രൂപയുടെ ബസ്സിനകത്ത് കയറിയിട്ട്, എന്നിട്ട് സഞ്ചരിച്ച ഓരോ കിലോമീറ്ററിനും 35 രൂപ വെച്ച് ടിഎയും വാങ്ങിച്ചിട്ട് പറയുകയാണ് കേരളത്തിലെ ജനങ്ങളെ നന്നാക്കാൻ. എന്ത് നന്നാക്കലാണ് നടന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ കേരളത്തിന് 10 കോടി രൂപ അനുവദിച്ചെന്ന് പറയും. ഈ 10 കോടി എടുത്ത് 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർത്താന്നല്ലോ. എത്രയോ പേരുടെ പെൻഷൻ കുടിശ്ശിക തീർത്താനല്ലോ. ക്ഷേമ പെൻഷൻ കൂട്ടണ്ട. ശരി, താജാല പൈസ ഇല്ല, ക്ഷേമ പെൻഷൻ കൂട്ടണ്ട. ഈ 10 കോടി എടുത്ത് എന്തുകൊണ്ട് കുടിശ്ശിക തീർക്കുന്നില്ല? കഴിഞ്ഞ ബഡ്ജറ്റില് 2 രൂപ വെച്ച് പെട്രോളിന് വെച്ച് സെസ് പൈസ എവിടെ പോയി? അതെ, അതൊക്കെ ഇവിടെ ഇതെല്ലാം ഈ നവകേരള ഇവർക്ക് ടിഎ, അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിന്റെ ബോഡി പിടിപ്പിക്കല്, മന്ത്രിമാരുടെ വീടുകളുടെ ബോഡി പിടിപ്പിക്കല്, ഇതിനു വേണ്ടിയൊക്കെ പോവുക. ഈ അവര് വീണ്ടും തിരിച്ചറിയുന്നില്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക. ഇതുപോലുള്ള ദൂർത്തുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് ചെലവ് ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ വീണ്ടും ലോക കേരള സഭയുടെ മാഹാത്മ്യവും പറഞ്ഞുകൊണ്ട് എന്തുദ്ദേശത്തിലാണ് ഇവരെല്ലാം യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത പ്രസ്താവനകളാണ് ബാലഗോപാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശമ്പള കമ്മീഷൻ വലിയൊരു അവകാശവാദമായിട്ട് ശമ്പള കമ്മീഷനെ ഈ ശമ്പള കമ്മീഷനെ നിയമിച്ച് ഈ സർക്കാരിന്റെ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത് എന്തിനാ? അവർക്ക് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയാണോ, അതോ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്ത് സേവനമാണ് അവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ബ്യൂറോക്രസിയെ സുഖിപ്പിക്കുക ജനങ്ങളുടെ കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവര് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കേരളം വ്യവസായങ്ങളുടെ ഒരു ശവപ്പറമ്പാവുകയില്ലായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെങ്കിലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പെൻഷൻ അങ്ങോട്ട് കൂട്ടി എന്ന് അവകാശപ്പെട്ട് വന്ന പെൻഷൻ കൃത്യമായിട്ട് കിട്ടാതെ ആളുകൾ നിവർത്തികെട്ട ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന നാണം കെട്ട ഒരു ചിത്രമല്ലേ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്ത എല്ലാ പ്രാവശ്യമുള്ള കുടിയന്മാരെ നെഞ്ചത്തൊരു കാര്യം, മദ്യത്തിന് 10 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് പറഞ്ഞ വാർത്ത. അതുപോലെ മദ്യത്തിന് മാത്രമല്ലെന്നേ, ഇപ്പൊ ജുഡീഷ്യൽ സ്റ്റാമ്പ്, അതുപോലെ തന്നെ കോടതി ചെലവ്, അതുപോലെ തന്നെ ഈ വസ്തു സംബന്ധിച്ചു കൊടുക്കുന്ന കേസുകളിലെ ഒക്കെ ജനങ്ങൾക്ക് ചെലവ് കൂട്ടുകയാണ്. വൈദ്യുതിയുടെ കൂട്ടാൻ പോവുകയാണ്. വളരെ ചെറിയതാണെന്ന് പറഞ്ഞ് കൂട്ടിയെങ്കിലും അതൊരു നല്ല തുക ആളുകൾക്ക് വരും. അതിന്റെ ഒക്കെ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു നികുതിയും വർദ്ധിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞത് നികുതിയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പാവപ്പെട്ട ആൾക്കാരെ ഇതെല്ലാം ബാധിക്കും. അത് വൻകിട മാളുകളുണ്ടല്ലോ. മറ്റൊരു കാര്യം ശ്രദ്ധപ്പെടുത്തുന്നത്, മദ്യത്തിന് എല്ലാ ബഡ്ജറ്റിനും 10 രൂപയും 15 രൂപയും കൂട്ടുന്നത്. എന്നിട്ട് മദ്യത്തിന്റെ വരുമാനം തുടങ്ങിയിട്ടുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഈ പൈസ എവിടെയാണ് പോണത്? അതെ, മദ്യത്തിന്റെ ഈ റോഡ് ടാക്സ് എത്രമാത്രം കൂട്ടി, എത്ര ഇരട്ടിയായിട്ട് കൂട്ടി. എന്നിട്ട് റോഡിൽ അപകടങ്ങൾ ഇന്നും ഉണ്ടായില്ലേ? 2 മരണങ്ങൾ കോതമംഗലത്ത്. ക്യാമറകൾ സ്ഥാപിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ദിവസവും അപകടങ്ങൾ. ഇന്നലെ ഉണ്ടായി മരണം അടൂരില്. അതായത് സ്റ്റേറ്റ് ഹൈവേയിൽ തന്നെ അപകടങ്ങളുണ്ടായി. പോട്ടെ, ഇതൊക്കെ പോയിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ പ്രോജക്റ്റുകൾ വരാൻ പോകുന്നവർ ചുമ്മാ വെറുതെ പറയുന്ന. ഇതിപ്പോ നോക്കൂ, ഈ CPM MLA-മാരുടെ മണ്ഡലങ്ങളിൽ കാര്യമായിട്ട് നടക്കും. ഏറ്റവും വലിയ മുന്തിയ ഉദാഹരണമായിട്ട് സ്റ്റേറ്റ് ഹൈവേയിൽ തന്നെ കോട്ടയത്ത് വരുമ്പോൾ കാണുന്ന ആകാശപാത എന്ന് പറയുന്ന ഒരു വികൃത രൂപമുണ്ട്. ഏത് നിമിഷത്തിലും തുരുമ്പിച്ച് അതിലേ പോകുന്ന വാഹനങ്ങളുടെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണത്. അവിടെ തലയിൽ വീഴാവുന്ന രീതിയിൽ ഒരു ആകാശപാത അതിന്റെ സ്കെലിറ്റനായിട്ട് അവിടെ നിൽപ്പുണ്ട്. എന്താ കാര്യം? അവിടെ ഈ ഗവൺമെന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു പദ്ധതിയായിരുന്നു. ഗവൺമെന്റ് മാറിയപ്പോൾ തിരുവഞ്ചൂരിനെതിരായപ്പോൾ ഈ തിരുവഞ്ചൂരിന്റെ പദ്ധതി അങ്ങ് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ആ പദ്ധതി അങ്ങ് മുടക്കി. അവന്റെ ഒരു ശാശ്വത സ്മാരകമായിട്ട് ഇന്ന് കോട്ടയത്തുള്ള സ്റ്റേറ്റ് ഹൈവേയുടെ കോട്ടയത്തുള്ള ഭാഗത്ത് അതിങ്ങനെ ഒരു മൂകസാക്ഷിയായിട്ട് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുകയാണ്. അതേസമയം VN വാസവന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനൊക്കെ അനുമതിയുണ്ട്, ഫണ്ടുണ്ട്, സാങ്ഷനുണ്ട്. ഇതിനതൊന്നുമില്ല. നിരാശപ്പെട്ടിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പൊ അങ്ങനെയായിരിക്കും മണ്ഡലങ്ങളോട് വിവേചനം കാണിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കും എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് തന്നെ പ്രതിപക്ഷ MLA-മാര് ജയിച്ചു വന്ന മണ്ഡലങ്ങളോട് വിവേചനം കാണിക്കുന്നുണ്ട്.
ആ വിവേചനം നവകേരള സദസ്സിന് ശേഷവും ഓരോ മണ്ഡലത്തിലും തുടങ്ങുന്ന പരിപാടികൾ കാണുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ എന്തെല്ലാം പ്രഖ്യാപനം ഉണ്ടെന്ന് കണ്ടുതരാം. നന്ദി രാജേന്ദ്രൻ. കാര്യ ഇവരുടെ ഇടതുപക്ഷ പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള AKGക്ക് വേണ്ടിയിട്ടുള്ള സ്മാരക ഗവേഷണ കേന്ദ്രമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഓർത്തില്ല. പാവങ്ങളോട് നികുതി ഈടാക്കാതെ നമ്മുടെ നാട്ടിൽ വൻകിട മാളുകള്, അതുപോലെ തന്നെ ആഡംബര വിവാഹങ്ങള്, ധൂർത്തുകൾ എന്തെല്ലാം നടക്കുന്നു. അവരെയൊക്കെ ടാക്സ് ചെയ്തുകൂടായിരുന്നോ? എത്ര കോടി കിട്ടാനുണ്ട്? 5 സ്റ്റാർ ഹോട്ടലുകള്, അവിടെ ബാറുകൾക്ക് നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകള്, അവിടെയൊക്കെ നടക്കുന്ന അത് പണമുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ വസൂലാക്കിക്കൊണ്ട് ഈ പാവങ്ങളെ ഉപദ്രവിക്കാതിരുന്നുകൂടെ? ഇവിടെ ഇപ്പൊ പാവങ്ങളെ ടാക്സ് ചെയ്തിരിക്കുന്നു, പണക്കാരെ മാളുകൾ. എന്തുകൊണ്ട് മാളുകളെ തുടർന്നില്ല? മാളുകളിൽ നിന്നും അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഒരു പൈസ പോലും ഇതുവരെ നികുതി നിർദ്ദേശങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല. അതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആ സൊസൈറ്റിയുടെ വെണ്ണപ്പാളിയിൽ നിന്നും നികുതി ഒന്നും ഈടാക്കാതെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു നികുതി ഘടനയാണിപ്പോ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും, പൂർത്തിയായിട്ടില്ലെങ്കിൽ. നന്ദി ശ്രീ രാജേന്ദ്രൻ.